വെൽക്കം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രിയിലെ ഗോഡൗൺ ക്രിയേഷൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ക്രിയേഷൻ ഓഫ് ഗോഡൗൺസ്. ഈ ചാപ്റ്ററിൽ ഇതുവരെയും നമ്മൾ എങ്ങനെയാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, സ്റ്റോക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നത് പ്രകാരമാണ്, യൂണിറ്റ്സ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രകാരമാണ്, സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത് പ്രകാരമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട F11 ഫീച്ചേഴ്സ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇവിടെ നമുക്ക് ആവശ്യമുള്ള മറ്റൊരു പോർഷനാണ് ഗോഡൗൺസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ ഒന്നിലധികം ഗോഡൗണുകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. രണ്ടോ അതിലധികമോ സെപ്പറേറ്റ് ഗോഡൗണിലായിട്ടായിരിക്കും മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യുന്നത്, ഇൻവെൻട്രീസ് സ്റ്റോക്ക് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഓരോ ഗോഡൗണിലും എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത് എന്നുള്ളത് വേർതിരിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഗോഡൗൺ ഉണ്ടായെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത് ടാലിയിലും അപ്രകാരം ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് ടാലി ഓപ്പൺ ചെയ്യാം. അവിടെ ഗോഡൗൺ നമുക്ക് എപ്രകാരമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഗോഡൗൺ നമുക്ക് ഡയറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യത്തില്ല. അതിനു മുൻപായിട്ട് നമുക്ക് F11 ഫീച്ചേഴ്സിൽ കയറി മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യേണ്ടതുണ്ട്. F11 ഫീച്ചേഴ്സിൽ ഇൻവെൻട്രി ഫീച്ചേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൂന്നാമത്തെ ഐറ്റം മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺസ്. സാധാരണ ഡീഫോൾട്ടായിട്ട് ടാലിയിൽ ഒരു ഗോഡൗണേ ഉള്ളൂ എന്നുള്ള അസംഷനിലാണ് മുൻപോട്ടേക്ക് പോവുക. നമ്മൾ സെപ്പറേറ്റ് മൾട്ടിപ്പിൾ ഗോഡൗൺ എനേബിൾ ചെയ്തിട്ടില്ല എങ്കിൽ ഒറ്റ ഗോഡൗൺ ഉള്ളതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഗോഡൗണുകളുടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഒറ്റ ലൊക്കേഷനിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള അസംഷനാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതേസമയം നമ്മൾ മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺസ് എന്നുള്ള ഓപ്ഷൻ എസ് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നിലധികം പ്ലേസസ് ഓഫ് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള പ്ലേസസ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുക. അപ്പോൾ അത് നമുക്ക് ടോട്ടലുള്ള മെറ്റീരിയൽസ്, ഇൻവെൻട്രീസ് ഇവ പല സ്ഥലത്തായിട്ടാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. ഓരോ സ്ഥലത്തും എന്തൊക്കെയുണ്ട്, ഓരോ ഗോഡൗണിലും എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഇതുവഴി ചെയ്യുന്നത്. നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഉള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഇൻവെൻട്രി ഇൻഫോയിലേക്ക് കയറുക. നമ്മൾ ഇൻവെൻട്രി ഇൻഫോയിലാണ് നിൽക്കുന്നത്. അവിടെ എൻ്റർ ചെയ്യുന്നു. അവിടെ ഗോഡൗൺ എന്നുള്ള ഓപ്ഷൻ യൂണിറ്റ്സ് ഓഫ് മെഷറിന് താഴെയായിട്ട് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ F11 ഫീച്ചറിൽ എനേബിൾ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നത്. അവിടെ നമുക്ക് എത്ര ഗോഡൗണുകൾ വേണേലും ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോ ഇതാണ്. ഇനി നമ്മൾ ഡിസ്പ്ലേ എടുക്കുകയാണെങ്കിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരേ ഒരു ലൊക്കേഷൻ, അത് മെയിൻ ലൊക്കേഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അത് നമുക്ക് അവിടെ കിട്ടും. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഓൾട്രേഷൻസ് വരുത്തണമെങ്കിൽ അത് ഓൾട്രേഷൻ മോഡിൽ ഓപ്പൺ ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങുകൾ വരുത്താവുന്നതാണ്. അതല്ലാണ്ട് നമുക്ക് എത്ര ഗോഡൗണുകൾ ക്രിയേറ്റ് ചെയ്യണമോ അതൊക്കെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മെയിൻ ഗോഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മെയിൻ ഗോഡൗൺ എന്ന് ടൈപ്പ് ചെയ്യുക. അത് വേണമെങ്കിൽ ഈ മെയിൻ ലൊക്കേഷൻ എന്നുള്ളതിന് താഴെയോ അതല്ല സെപ്പറേറ്റ് ഒരു ഗോഡൗൺ ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. പ്രൈമറി എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കാം. അങ്ങനെ അത് സേവ് ആയിട്ടുണ്ട്. നമുക്കാകെ 2 ഗോഡൗണുകൾ ഇപ്പം നിലവിലുണ്ട്. മെയിൻ ഗോഡൗൺ, മെയിൻ ലൊക്കേഷൻ എന്നുള്ള 2 പേരിൽ. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രാക്ടിക്കൽ പ്രോബ്ലം 7 പേജ് നമ്പർ 95 ആ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ബാലൻസ് ഷീറ്റ് ഓഫ് രാജ് അപ്ലയൻസസ് ആസ് ഓൺ 1 ജാനുവരി 2013 ഒരു ബാലൻസ് ഷീറ്റാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അതിൽ നമുക്ക് കുറേയധികം സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ കാര്യവും സ്റ്റോക്ക് ഗ്രൂപ്പിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതുപ്രകാരമുള്ള ഒരു രാജ് അപ്ലയൻസസ് എന്നുള്ള ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഇൻവെൻട്രീസ് എനേബിൾ ചെയ്യേണ്ടതുണ്ട്. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള
കാര്യങ്ങളെല്ലാം സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ഡീറ്റെയിൽസ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. യൂണിറ്റ്സ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഏറ്റവും ആദ്യമേ രാജ് അപ്ലയൻസസ് എന്നുള്ള കമ്പനി ക്രിയേറ്റ് ചെയ്യാം. F3 ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് കമ്പനി കൊടുക്കുകയാണ്. അവിടെ രാജ് അപ്ലയൻസസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. വേഗതയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം അത് കൊടുക്കുന്നില്ല. അത്യാവശ്യം ഡീറ്റെയിൽസൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കിവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഡേറ്റ് പ്രധാനപ്പെട്ടതാണ്. നമുക്കുള്ള ഡേറ്റ് 1/1/2013 നമ്മൾ രാജ അപ്ലയൻസസ് എന്നുള്ള ഒരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള F11 ഫീച്ചേഴ്സും F12 കോൺഫിഗറേഷനും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. F11 ഫീച്ചേഴ്സ് എടുക്കുക. അതിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ളി അതൊക്കെ നോയാണ് കിടക്കുന്നത്. ഓൾറെഡി നമ്മൾ മറ്റൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തപ്പോൾ നോ ചെയ്ത് കൊടുത്തിരുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ട് ഒന്നും ഇല്ല. ഇനി ഇൻവെൻട്രി ഫീച്ചേഴ്സ് നമുക്ക് രാജ അപ്ലയൻസസിൻ്റെ നോക്കാം. മൾട്ടിപ്പിൾ ഗോഡൗൺ ഒക്കെ എനേബിൾ ചെയ്ത് കിടപ്പുണ്ട്. സ്റ്റോക്ക് കാറ്റഗറീസ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതല്ല എങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ഗോഡൗൺ എസ് കൊടുക്കേണ്ടതുണ്ട്. ഇൻറ്റഗ്രേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെൻട്രി എസ് കൊടുക്കേണ്ടതുണ്ട്, ഒന്നാമത്തെ ഐറ്റം. അങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എനേബിൾ ചെയ്യേണ്ടതുണ്ട്. ഇനി ഈ വിൻഡോയിൽ നിന്നുകൊണ്ട് അടുത്തതായിട്ട് ചെയ്യേണ്ടത് F2 കൊടുത്ത് ഡേറ്റ് പീരീഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത് 1/1/2013 മുതൽ 31/12/2013 വരെയാണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ കുറച്ച് അക്കൗണ്ട് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ലാർജ് ക്രെഡിറ്റേഴ്സ്, മാനേജ്മെൻറ്റ് എക്സ്പെൻസസ്, മാർക്കറ്റിംഗ് എക്സ്പെൻസസ്, ലോക്കൽ ക്രെഡിറ്റേഴ്സ് ആൻഡ് ലോക്കൽ ഡെപ്റ്റേഴ്സ്. ഇത്തരത്തിലുള്ള കുറച്ച് അക്കൗണ്ട് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അക്കൗണ്ട്സ് ഇൻഫോയിലേക്ക് പോകാം. അവിടെ ഗ്രൂപ്പ് അത് നമുക്ക് മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. വേഗതയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾ ഐറ്റം കൊടുക്കാം. ഏറ്റവും ആദ്യമായിട്ട് പറഞ്ഞിരുന്നത് ലാർജ് ക്രെഡിറ്റേഴ്സാണ്. അത് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പിലേക്കാണ് പോവുക. അടുത്തത് മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് ആണ്. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ള ഗ്രൂപ്പിലേക്ക് നമുക്ക് വിടാം. അടുത്തത് മാർക്കറ്റിംഗ് എക്സ്പെൻസസ് ആണ്. അതും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ള ഗ്രൂപ്പിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ അതായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അടുത്തത് ലോക്കൽ ക്രെഡിറ്റേഴ്സ്. ലോക്കൽ ക്രെഡിറ്റേഴ്സ് നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ അകത്ത് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് ലോക്കൽ ഡെപ്റ്റേഴ്സ്. ലോക്കൽ ഡെപ്റ്റേഴ്സ് നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്നുള്ളിടത്ത് എൻ്റർ ചെയ്യുകയാണ്.
ഇത്രയുമാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പം നമുക്കിത് സേവ് ചെയ്ത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഡിവിജ്വൽ ലെഡ്ജേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഗ്രൂപ്പ് മുതലായവ നമുക്ക് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അക്കൗണ്ട്സ് ഇൻഫോയിൽ തന്നെ ലെഡ്ജറിൻ്റെ അകത്തേക്ക് കയറുന്നു. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ മൾട്ടിപ്പിൾ ലെഡ്ജർ ക്രിയേഷനിൽ ഓൾ ഐറ്റം നമുക്ക് അണ്ടർ ഗ്രൂപ്പ് എന്നുള്ളിടത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അവിടെ നമുക്ക് ഏറ്റവും ആദ്യമേ ബിൽഡിംഗ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ബിൽഡിങ് ഫിക്സഡ് അസറ്റ്സ് എന്നുള്ള ഗ്രൂപ്പിലേക്കാണ് പോവുക. അവിടെയുള്ള ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 3 lakh ആണ്. അടുത്തതായിട്ട് ഫർണിച്ചർ ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആണ്. അതും ഫിക്സഡ് അസറ്റിലേക്കാണ് പോവുക. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 2 lakh ആണ്. നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ ഫർണിച്ചർ ആൻഡ് എക്യുപ്മെൻറ്റ്സിന് ശേഷം കിടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻവെൻട്രീസുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് ആണ്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് ഇൻവെൻട്രീസുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്താണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട മറ്റൊരു ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുന്നത് SBI കറണ്ട് അക്കൗണ്ടാണ്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കറണ്ട് അക്കൗണ്ട് അത് നമുക്ക് ബാങ്ക് അക്കൗണ്ട്സ് എന്നുള്ള വിഭാഗത്തിലാണ് പെടുത്തേണ്ടത്. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 6 lakh ആണ്. അടുത്തത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് നമുക്ക് ഓൾറെഡി ഡീഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ലെഡ്ജർ ആയതുകൊണ്ട് അത് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾട്ടറേഷൻ മോഡിൽ ഓപ്പൺ ചെയ്ത് ഓപ്പണിംഗ് ബാലൻസ് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ലയബിലിറ്റി സൈഡിലേക്ക് വരാം. അവിടെ ക്യാപിറ്റൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കാം. ഓപ്പണിംഗ് ബാലൻസ് 10 lakh ആണ്. അടുത്തത് ബാങ്ക് ലോണാണ്. അത് ലോൺസ് എന്നുള്ള കാറ്റഗറിയിലേക്ക് നമുക്ക് എടുത്തു കൊടുക്കാം. അവിടെ 4,95,000 ആണ് എമൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ലെഡ്ജേഴ്സാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് ഇത് സേവ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റോക്ക് കാറ്റഗറി, സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് ഐറ്റം, യൂണിറ്റ്സ് ഓഫ് മെഷർ തുടങ്ങിയവ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇൻവെൻട്രി ഇൻഫോ എടുക്കുന്നു. അവിടെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്റ്റോക്ക് കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഹോം അപ്ലയൻസസ് ആൻഡ് കിച്ചൺ എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് കാറ്റഗറീസ് എന്നുള്ള സ്ഥലത്ത് ഹോം അപ്ലയൻസസ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നു. അത് സേവ് ചെയ്ത ശേഷം നമ്മൾ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് അത് നമ്മൾ സേവ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ 2 സ്റ്റോക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് സ്റ്റോക്ക് ഗ്രൂപ്പുകളാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ അറിയാം, നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV ഇവ 3 അപ്പോൾ നമുക്കത് മൾട്ടിപ്പിൾ ഗ്രൂപ്പുകളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഏറ്റവും ആദ്യമേ ഫ്രിഡ്ജ്,
അടുത്തത് വാഷിംഗ് മെഷീൻ, അടുത്തത് ടി വി. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള 3 സ്റ്റോക്ക് ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ള യൂണിറ്റ്സ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം അവിടെ നമുക്ക് ഒരേ ഒരു യൂണിറ്റേ നമുക്ക് ആവശ്യമുള്ളൂ, നമ്പേഴ്സ് എന്നുള്ളത്. അത് മാത്രം നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മതിയാകും. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്തു. ഇനി നമുക്ക് മറ്റൊരു യൂണിറ്റും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നേരെ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോയിലേക്ക് പോകാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് ഐറ്റംസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ കിടപ്പുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട സ്റ്റോക്ക് ഐറ്റംസ് എന്ന് പറയുന്നത് LG റെഫ്രിജറേറ്റർ, സെമി ഓട്ടോമാറ്റിക് LG വാഷിംഗ് മെഷീൻ, ഫുള്ളി ഓട്ടോമാറ്റിക് LG വാഷിംഗ് മെഷീൻ, സോണി TV സെറ്റ്. ഇത്രയും ഐറ്റംസാണ് നമുക്ക് സ്റ്റോക്ക് ഐറ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഐറ്റം എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്രകാരമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഓൾ ഐറ്റം കൊടുക്കുന്നു. ഏറ്റവും ആദ്യമേ നമുക്ക് LG റെഫ്രിജറേറ്ററാണ് കൊടുക്കേണ്ടത്. LG റെഫ്രിജറേറ്റർ എന്ന് കൊടുക്കുന്നു. അത് നമുക്ക് ഫ്രിഡ്ജ് എന്നുള്ള കാറ്റഗറിക്കകത്താണ് പോകേണ്ടത്. അതിൻ്റെ സ്റ്റോക്ക് കാറ്റഗറി എന്ന് പറയുന്നത് കിച്ചൺ എക്യുപ്മെൻറ്റ്സ് ആണ്. അതിന് നമുക്ക് ആപ്ലിക്കബിൾ ആകുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്പറാണ്. അവിടുത്തെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അറിയാം 8 ആണ്. 8 ക്വാണ്ടിറ്റിയാണ് പറഞ്ഞേക്കുക. ഏത് ഗോഡൗൺ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇവിടെ വേറെ 2 ഗോഡൗൺ ഒന്നുമില്ല. അതുകൊണ്ട് ഡീഫോൾട്ടായിട്ട് ടാലിയിൽ തന്നെ ഉള്ള മെയിൻ ലൊക്കേഷൻ എന്നുള്ള ഒരൊറ്റ ഗോഡൗണേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യനിലും വേറെ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മെയിൻ ലൊക്കേഷൻ തന്നെ ഡീഫോൾട്ടായിട്ടുള്ളത് സെലക്ട് ചെയ്യുന്നു. 8 ക്വാണ്ടിറ്റിയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10,000 ആണ് എന്നുള്ളത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 80,000 ആണ് LG റെഫ്രിജറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട തുക എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെമി ഓട്ടോമാറ്റിക് LG വാഷിംഗ് മെഷീനാണ്. അത് നമ്മൾ ആ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന അതേ പേര് തന്നെ കൊടുക്കാം, സെമി ഓട്ടോമാറ്റിക് LG. അത് നമ്മളെ സംബന്ധിച്ച് വാഷിംഗ് മെഷീനാണ്. അത് ഹോം അപ്ലയൻസ് എന്നുള്ള കാറ്റഗറിയിലേക്ക് പോകാം. അവിടെ നമുക്ക് നമ്പേഴ്സാണ് യൂണിറ്റ്സ് അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ 5 നമ്പേഴ്സാണ് നമുക്ക് ആവശ്യമുള്ളത്, ഓപ്പണിംഗ് സ്റ്റോക്കായിട്ടുള്ളത്. മെയിൻ ലൊക്കേഷൻ തന്നെ സെലക്ട് ചെയ്യുന്നു. അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 7,000 ആണ്. അങ്ങനെ ടോട്ടൽ 35,000. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് LG ആണ്. അതും വാഷിംഗ് മെഷീൻ എന്നുള്ള കാറ്റഗറിയിലേക്കാണ് പോവുക. ഹോം അപ്ലയൻസസ് എന്നുള്ള കാറ്റഗറിയാണ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. യൂണിറ്റ്സ് നമ്പേഴ്സ് തന്നെ. ഓപ്പണിംഗ് സ്റ്റോക്ക് അതും 5 യൂണിറ്റ് തന്നെയാണ്, 5 നമ്പേഴ്സാണ്. റേറ്റിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. 14,000 ആണ്. അങ്ങനെ ടോട്ടൽ 70,000. ഇനി അടുത്തത് TV ആയിട്ട് ബന്ധപ്പെട്ടാണ് സോണി TV. TV എന്നുള്ള ഗ്രൂപ്പിലേക്കാണ് പോവുക. അതും ഹോം അപ്ലയൻസ് എന്നുള്ള കാറ്റഗറിയിലേക്കാണ് പോകുന്നത്. യൂണിറ്റ്സ് നമ്പേഴ്സ്, ഓപ്പണിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10 യൂണിറ്റ് ആണ്. അതിൻ്റെ വില 10,000 ആണ്. അങ്ങനെ 1 lakh അവിടെ വരും. ഇത്രയും കാര്യമാണ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് കൊടുക്കാനുള്ളത്. ഇത് നമുക്ക് സേവ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നെ 2 ഡെപ്റ്റേഴ്സും 1 ക്രെഡിറ്റേഴ്സും ഉള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അക്കൗണ്ട്സ് ഇൻഫോയിലേക്ക് വീണ്ടും പ്രവേശിച്ച് ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും ആയിട്ട് ബന്ധപ്പെട്ട ലെഡ്ജേഴ്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് അവയുടെ ബിൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സ് എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്.
അവിടെ ഓൾ ഐറ്റം കൊടുക്കുന്നു. അതിൽ LG എന്നുള്ള ഒരു ക്രെഡിറ്ററെയാണ് ഏറ്റവും ആദ്യമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് LG അക്കൗണ്ട് ഈസ് ലിങ്ക്ഡ് വിത്ത് ലാർജ് ക്രെഡിറ്റേഴ്സ്. ലാർജ് ക്രെഡിറ്റർ എന്നുള്ള ഒരു ഗ്രൂപ്പിലേക്കാണ് ഇത് പോകേണ്ടത്. അപ്പോൾ ലാർജ് ക്രെഡിറ്റർ എന്നുള്ള ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു. അവർ ടോട്ടൽ എമൗണ്ട് വരേണ്ടത് 2 ലക്ഷം രൂപയാണ്. 2 lakh നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ബിൽ വൈസ് ഡീറ്റെയിൽസ് വരും. അവിടെ ഡേറ്റ് 28/12/2012 ഡേറ്റ് കിടക്കുക. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഡേറ്റ് 28/12 കൊടുക്കുന്നു. നെയിം ബില്ലിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് P/100 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ P/100 കൊടുക്കുന്നു. അതിൻ്റെ ഡ്യൂ ഡേറ്റ് ഓർ ക്രെഡിറ്റ് ഡേയ്സ് ആണ്. നമുക്ക് ക്രെഡിറ്റ് ഡേയ്സ് ആണ് തന്നേക്കുന്നത് 30 days. അപ്പോൾ നമ്മൾ 30 എന്നുള്ള എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 30 days എന്ന് പറയും. അതിൻ്റെ ഡ്യൂ ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ താഴെ കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഡെപ്റ്റേഴ്സിൻ്റെ അകത്ത് QRS ആണ്. QRSനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇൻഫർമേഷൻസ് ഒന്നും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അതായത് അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിട്ട് പറഞ്ഞേക്കുന്നതിൽ ABC ലിങ്ക്ഡ് ടു ലോക്കൽ ഡെപ്റ്റേഴ്സ് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. QRSനെ സംബന്ധിക്കുന്ന വിശദാംശങ്ങളൊന്നും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. അതിനാൽ നമ്മൾ QRSനെ നേരെ സൺട്രി ഡെപ്റ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പിലേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടുത്തെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഈ 50,000ൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. ബില്ലിംഗ് ഡേറ്റ് 30/12/2012 ആണ്. ബിൽ നമ്പർ S/1001 ആണ്. $45 days ക്രെഡിറ്റ് ആണ്. 45 days കൊടുക്കാം. എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ABCയെ സംബന്ധിക്കുന്ന ഒരു വിവരം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ABC ഈസ് ലിങ്ക്ഡ് ടു ലോക്കൽ ഡെപ്റ്റേഴ്സ് എന്നാണ് പറയുക. നമ്മൾ ലോക്കൽ ഡെപ്റ്റർ എന്നുള്ള ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് ലോക്കൽ ഡെപ്റ്റർ എന്നുള്ള അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അവിടെ നമുക്കുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 60,000 ആണ്. ഇനി 60,000ൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. അവിടെ ബിൽ ഡേറ്റ് ചോദിച്ചേക്കുവാണ്. 22nd of December ആണ്. S/2010. ഡ്യൂ ഡേയ്സ് 45 days തന്നെയാണ്. അഗെയിൻ എമൗണ്ട് 60,000 തന്നെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡെപ്റ്റേഴ്സുമായിട്ട് ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത്. കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് സേവ് ചെയ്യാം. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിൽ പോയി ബാലൻസ് ഷീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകപ്പെട്ടിട്ടുള്ള അതേ ബാലൻസ് ഷീറ്റ് തന്നെയാണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, നമ്മൾ എൻ്റർ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ രാജ അപ്ലയൻസസിൻ്റെ ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചു. Alt F1 ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽഡ് വ്യൂ എടുക്കാം. അവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് സ്റ്റോക്ക് ഐറ്റത്തെ സംബന്ധിക്കുന്നതാണ്. അതായത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ ഫ്രിഡ്ജ് 80,000, TV 1 lakh, വാഷിംഗ് മെഷീൻ 1,05,000. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തേക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചേക്കുന്നത്. ഇതിൽ വാഷിംഗ് മെഷീന് മാത്രം നമുക്കൊരു സബ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കിൻ്റെയും അതുപോലെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക്കിൻ്റെയും സെമി ഓട്ടോമാറ്റിക്കിൻ്റെയും. അത് നമുക്ക് കുറച്ചും കൂടെ അത് എൻ്റർ ചെയ്ത് കഴിയുവാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂവിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഇൻവെൻട്രീസ് എനേബിൾ ചെയ്തിട്ടുള്ള കമ്പനികൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.